ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നതല്ലേ, ഇതിപ്പോൾ ജാതി സെൻസസ് കറങ്ങി തിരിഞ്ഞ് BJP നേട്ടമാവുന്നതാണ് താങ്കൾ പറയുന്നത്. സംശയിക്കേണ്ട കാര്യം എന്താണ്? ലോകത്തെല്ലാം ജനാധിപത്യം വളരെ ഉദാത്തമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇവിടെ കുറെ പ്രാകൃതന്മാരെല്ലാം മനുഷ്യൻ്റെ എല്ലാം ജാതി തിരിച്ചു കാണുന്നത്. ജയിക്കുന്ന 1-2 സീറ്റെങ്കിലും തരണം, വെറുതെ തരാൻ വേണ്ടി ഒരു സീറ്റ് തന്ന് ഒതുക്കരുത് എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറയുന്നു BJP ബീഹാറിൽ തോക്കാൻ പോവുകയാണ്. തിരുവരുന്നോ കരയണോ? സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവമായ പരിഗണനാ വിഷയമാണ് ജാതി സെൻസസ്. ജാതി സെൻസസ് വേണമെന്നും വേണ്ട എന്നും 2 വാദങ്ങൾ ഉയരുന്നു. വാസ്തവത്തിൽ ജാതി സെൻസസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് പരിശോധിക്കാം. അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ. സർ, ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതി BJP ഇപ്പോൾ അതിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നൊരു മാറ്റം എന്ന് വേണമെങ്കിലും പറയാം. വാസ്തവത്തിൽ ജാതി സെൻസസ് എന്താണ്, സമകാലിക സാഹചര്യത്തിൽ അത് ആവശ്യമാണോ അല്ലയോ, അങ്ങയുടെ പക്ഷം പറഞ്ഞു. ലോകം 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കടന്നിരിക്കുന്നു. ലോകം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ജനങ്ങളെ ജാതി തിരിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഏതോ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഫ്രാൻസിൽ ചെന്നാൽ ഫ്രഞ്ചുകാരനെ കാണാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെന്നാൽ അമേരിക്കാനെ ചെന്നാൽ, ബ്രിട്ടനിൽ ചെന്നാൽ ബ്രിട്ടീഷുകാരനെ കാണാം. ഇന്ത്യയിൽ ചെന്നാൽ ഇന്ത്യക്കാരനെ കാണാൻ പറ്റില്ല. ഒന്നുകിൽ അവൻ തമിഴനായിരിക്കും, അല്ലെങ്കിൽ മലയാളിയായിരിക്കും, അതല്ലെങ്കിൽ തെലുങ്കനായിരിക്കും. ഇനിയും ഈ മനോഹരമായ ജാതി സെൻസസോടെ കഴിയുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യക്കാർ പിന്നെ നായരായും ഈഴവനായും പുലയനായും പറയനായും ക്രിസ്ത്യാനിയായും, അതിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായും യാക്കോബായക്കാരനായും എത്തിൻ കത്തോലിക്കനായാലും, ഇനി മുസ്ലിം ആണെങ്കിൽ മുജാഹിദായാലും കാന്തപുരത്തിലൂടെ നിൽക്കുന്ന ആളായാലും ഒക്കെ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കണമെങ്കിൽ കാലഹരണപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അങ്ങോട്ട് ഡിമാൻഡ് പോലും വെക്കാൻ പറ്റും. എന്തിനാണ് ഇന്ത്യക്കാരുടെ ജാതി തിരിച്ചുള്ള ഡിസ്ചാർജ് എന്തോ ചെയ്യാൻ? ഇവിടെ ഇപ്പം തന്നെ സംവരണം ഉണ്ടല്ലോ, 50% സംവരണം പിന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ളതാണ്. പിന്നത്തെ 50% സംവരണം മെറിറ്റിലാണ്. ഈ മെറിറ്റിലും അവർക്ക് വരാം. ഇവിടെ എന്ത് കാര്യത്തിനായി ജാതി സെൻസസ് നടത്തിയുണ്ട് എന്ത് പറയാനോ? ഇന്ത്യക്കാരനെ പല വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള കുൽസിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഏതായാലും താങ്കൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു വെച്ച ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും RSS ഇതിനെതിരാണ്. ഒരുപക്ഷെ RSSന്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നരേന്ദ്രമോദി സർക്കാർ ഇതിനെതിരായിട്ടുള്ള ഒരു നയസമീപനമാണ് ഈ അടുത്തിടെ വരെ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പൊടുന്നതിന് ഒരു മാറ്റം, ആ മാറ്റത്തിൻ്റെ കാരണക്കാരൻ ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് എന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട്. താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില ഗിമിക്സ് നടത്തുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇത്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പം ഉദാഹരണത്തിന് ദില്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ ഒറ്റയടിക്ക് 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് എക്സംഷൻ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം അവർക്കുണ്ടായല്ലോ. ജാതി സെൻസസിൻ്റെയും പ്രയോജനം ആത്യന്തികമായിട്ട് BJPക്ക് തന്നെ കിട്ടും. പക്ഷേ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് അത് കുറേ കാലമായിട്ട് സോറസും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സാം പിട്രോഡായും ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യമുണ്ട്. ഇന്ത്യയെ 4ആയിട്ട് തിരിക്കണമെന്നായിരുന്നു സാം പിട്രോഡയുടെ ആഗ്രഹം. അത് ഭൂപ്രകൃതിപരമായിട്ട് 4ആയിട്ട് തിരിക്കണം. സ്റ്റാലിൻ്റെ ആഗ്രഹം കട്ടിങ് സൗത്താണ്. സൗത്തിനെ മാറ്റി നിർത്തി അവിടുത്തെ ഒരു പാണ്ഡ്യരാജാവായിട്ട് കരുണാകരൻ്റെ മക്കൾ ഇവിടെ രാജ്യം ഭരിച്ചോ എന്നുള്ളൊരു ഓഫറാണല്ലോ സ്റ്റാലിൻ നമുക്ക് തന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെല്ലാം ജനാധിപത്യം വളരെ ഉദാത്തമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇവിടെ കുറേ പ്രാകൃതന്മാരെല്ലാം മനുഷ്യൻ്റെ എല്ലാം ജാതി തിരിച്ച് കാണണമെന്ന് പറയുന്നത്. സത്യത്തിന് ഇത് ഒരു രാഷ്ട്രീയമായി BJP ഉപയോഗിക്കാൻ വലിയ സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് അവരത് ഡിക്ലെയർ ചെയ്തത്. ഇതുകൊണ്ട് എന്ത് നേട്ടം? രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ BJPക്കും ഒക്കെ വ്യത്യസ്തമായ തന്ത്രങ്ങളായി കാര്യത്തിലുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദു ഐക്യം തകർത്തെങ്കിൽ മാത്രമേ കോൺഗ്രസിൻ്റെ ഒരു എൻട്രി കിട്ടൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജാതി സെൻസസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലാൻ തുടങ്ങും. അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്ന് കോൺഗ്രസിന് ജീവൻ കൊടുക്കാൻ ഒക്കുമോ എന്നാണ് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത്. അത്രയും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ആ മനുഷ്യനുള്ളൂ. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് പോയിട്ട് പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യനായ ഒരാളല്ല. അതുകൊണ്ടാണ് ഈ ജാതി സെൻസസ് കൊണ്ട് അതേ കെറിഞ്ഞാന്നത്. ഇത് കുറേ പിന്നെ ജാതി രാഷ്ട്രീയക്കാർ, ഇപ്പം സമാജ്വാദി പാർട്ടി അത്
യാദവരുടെ പാർട്ടിയല്ലേ, കൃത്യമായി ജാതി പൊളിറ്റിക്സ് ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം ആ ജാതി പൊളിറ്റിക്സിനെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസിന് വളരാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ്. ആത്യന്തികമായി ഇത് കോൺഗ്രസിന്റെ നാശത്തിൽ തന്നെ എത്തും. ഇതിന്റെ പ്രയോജനം ആത്യന്തികമായിട്ട് നോക്കൂ BJP-ക്കാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നതല്ലേ, ഇതിപ്പോ ജാതി സെൻസസ് കറങ്ങി തിരിച്ച് BJP-ക്ക് നേട്ടമാവുന്നതാണ് താങ്കൾ പറയുന്നത്. സംശയിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കർണാടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹം അധികാരത്തിൽ കയറിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ജാതി സെൻസസ് നടത്തി അതിന്റെ കണക്കുകളൊക്കെ പുറത്ത് വരുമ്പോൾ അവിടെ 2.9% മാത്രമേ ബ്രാഹ്മിൺസ് ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ ഇവർ ഉന്നയിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം, ദേശീയ തലത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളൊന്നും ശരിയല്ല എന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഫലത്തിൽ കർണാടകത്തിൽ BJP-ക്ക് ഒരു എഡ്ജ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഇത് മൊത്തത്തിൽ BJP-ക്ക് വീണ്ടും ഒരു ഹിന്ദു കൺസോളിഡേഷന് വഴിമരുന്നിടും എന്നൊക്കെ ചില BJP നെറേറ്റീവ്സ് വരുന്നുണ്ട്. പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. അതിൻ്റെ കാര്യം അവർ ഹിന്ദു കൺസോളിഡേഷൻ ആദ്യം അവർ ഉപയോഗിച്ചത് രാമ ജന്മഭൂമി. അപ്പം അതാണ് അവരാദ്യം തന്ത്രപൂർവ്വം ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ അവരുപയോഗിച്ചൊരു കാര്യം 370 വകുപ്പാണ്. നമ്മൾ പുറമേ കാണുന്നില്ലെങ്കിലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ 370 വകുപ്പിനെ റദ്ദാക്കിയതിനെ പിന്താങ്ങുന്ന ആളാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം പറഞ്ഞു 370 വകുപ്പ് എടുത്ത് കളയേണ്ടതാണ്, കാശ്മീരിന് പ്രിവിലേജ് കൊടുക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു 370 വകുപ്പ് നിലനിർത്തണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം, നിങ്ങൾക്ക് അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം പൊക്കോളം പറഞ്ഞു. അപ്പൊ എന്തായാലും മഹാഭാഗ്യമായി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ശുക്രൻ ഉദിച്ചു വന്ന സമയത്താണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതും ഇദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം ഇപ്പോൾ പുറത്ത് വ്യോമയാന മന്ത്രിയായിട്ട് കണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ ഇരിക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് സുഖമായിട്ട് അദ്ദേഹം ജീവിക്കുന്നു. കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചു പോയിരുന്നെങ്കിൽ സച്ചിൻ പൈലറ്റിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിൽ കൊണ്ട് നടക്കാമെന്നുള്ളതല്ല വല്ല പ്രയോജനം കിട്ടുക. അപ്പൊ ഇതെല്ലാം BJP തന്ത്രപോട്ടും അവർക്ക് അനുകൂലമായി ഉപയോഗിക്കും. CAA എന്ത് ചെയ്തു? അവർക്ക് അനുകൂലമായി ഉപയോഗിച്ചില്ലേ? മുത്തലാഖ് മുത്തലാഖ് വന്നപ്പോൾ എന്താണ് അനീഷ സംഭവിച്ചത്? UP-യിലെ സ്ത്രീകളാണ് BJP-ക്ക് വോട്ട് ചെയ്തത്. മുസ്ലിം സ്ത്രീകളുടെ വോട്ടാണ് പല സ്ഥലത്തും BJP-യെ രക്ഷപ്പെടുത്തിയെടുത്തത്. അവർക്ക് ഗുണമായിട്ട് മാറി. ഇതും ആത്യന്തികമായി അവർക്ക് തന്നെ ഗുണമാകുന്ന ഒരു കാര്യമായി. ഇവിടെ എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് വെച്ചാൽ BJP അല്ലെങ്കിൽ RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് മൊത്തത്തിൽ പറയാം. ഇവരെല്ലാം കൃത്യമായൊരു വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. സോ അതുകൊണ്ട് അവർ ഒരു വർഗീയ പാർട്ടിയാണെന്ന് അവർ ലേബൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത്. പക്ഷേ നമ്മൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതല്ലേ കൃത്യമായ വർഗീയതയല്ലേ ഈ ജാതി സെൻസസിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന ആള് ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഇന്ത്യ ഇൻ ദ ഹോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണേണ്ടതിന് പകരം ഏറിപ്പോയാൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് മൈന്യൂട്ടായിട്ട് ഇതിനെ ഇഴകീറി പ്രത്യേകം ആൾക്കാരെ വിഭജിച്ച് നിർത്തണം എന്ന് പറയുന്നവർ ശരിക്കും വർഗീയവാദികളല്ലേ? അതാണ് വർഗീയത. അതാണ് ഞാൻ പറഞ്ഞത്. 21-ാം നൂറ്റാണ്ടിലേക്ക് ലോകം പോകുമ്പോൾ ജാതി തിരിച്ചുള്ള സെൻസസ് നടത്തണമെന്ന് പറയുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല. എന്താണ് ബെനിഫിറ്റ്? ബെനിഫിറ്റ് വരേണ്ട സംവരണമല്ലേ? ഈ സംവരണം ഓൾറെഡി ഉണ്ടല്ലോ. വരാൻ പോകുന്നൊരു കാര്യം, ജനസംഖ്യാനുപാതികമായി ജാതി സംവരണത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഷെയർ കൂടുതൽ, ഒരാൾക്ക് കിട്ടിയത് കുറവാണ്, ഒരാൾക്ക് കിട്ടിയത് കൂടുതലാണ് എന്നൊക്കെ പറയും. അതിന്റെ റിഫ്ലക്ഷൻ നോക്കിയാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലും വരും. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല. ആ സ്ഥിതി കേരളത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ പാൻ ഇന്ത്യയിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പൊ ദേശീയ തലത്തിൽ ഇത് നടപ്പാക്കണമെന്ന് പറയുന്നു. പക്ഷേ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ന്യൂനപക്ഷങ്ങളെ എസ്പെഷ്യലി ചില പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജാതി സെൻസസിന്റെ ഒരു എഡ്ജ് പിടിച്ചിട്ട് അവർ ജാതിയുടെ വക്താക്കൾ, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മൈനോറിറ്റി അവർക്ക് അവകാശം കുറവാണെന്ന് പറഞ്ഞ് അവരുടെ വാല് പിടിക്കുമ്പോൾ ഈ കയ്യിലിരിക്കുന്ന ന്യൂനപക്ഷം ചാടിപ്പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടോ? സംശയിക്കണ്ടല്ലോ. അവിടേക്ക് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ യാതൊരു യുക്തിബോധമോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇനി ഞാനൊരു കാര്യം ചോദിക്കും, രാഹുൽ ഗാന്ധിയുടെ ജാതി മതം ഏതാണ് പറയാം? അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അറിയാം. രാഹുൽ ഗാന്ധി പറയട്ടെ, അദ്ദേഹത്തിന്റെ ജാതി എന്താണ്? അദ്ദേഹത്തിന്റെ അച്ഛൻ പാഴ്സിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഇറ്റലിക്കാരി കത്തോലിക്ക സ്ത്രീയല്ലേ, അല്ലേ? പിന്നെ അമ്മുമ്മ ഇന്ദിരാഗാന്ധി ബ്രാഹ്മണനായ നെഹ്റുവിന്റെ ബ്രാഹ്മണ മകളാണ് എന്നാണ് ഇന്ദിരാഗാന്ധി അവകാശപ്പെടുന്നത്. ബ്രാഹ്മണനായ നെഹ്റു ഒക്കെ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ ജാതിക്കോളത്തിൽ അദ്ദേഹത്തിന്റെ ജാതി എവിടെ എഴുതി വെക്കും? ഒന്നിൽ എനിക്ക് ജാതി ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തുറന്നു പറയണം ഞാൻ രാഹുൽ ഗാന്ധിയല്ല രാഹുൽ വിൻസിയാണെന്ന്. അദ്ദേഹത്തിന് മാമോദീസ മുക്കിയതാണ്. രാഹുൽ ഗാന്ധിയെ മഹാബോധീസ മുക്കിയ തെളിവുണ്ട്. അപ്പൊ രാഹുൽ വിൻസിയാണ് ഞാൻ കത്തോലിക്കനാണെന്ന് അദ്ദേഹം തുറന്നു പറയട്ടെ. ഇപ്പൊ ജാതി സെൻസസിന്റെ ആദ്യത്തെ ഇരയാകാൻ പോകുന്നത് അന്വേഷിക്കാത്തിരുന്നു ഈ രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം മാമോദീസ മുങ്ങി കത്തോലിക്ക മതം സ്വീകരിച്ചതായിട്ട് അദ്ദേഹം പറയേണ്ടി വരും. അത് സത്യമാണ്. പക്ഷെ അദ്ദേഹം അത് പറയുമോ എന്നുള്ളതാണ്. ഈ ഗാന്ധി എന്നുള്ള ഒരു പ്രയോഗം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് നിലനിൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. കാരണം ഈ ഗാന്ധിയിലാണല്ലോ കച്ചവടം മുഴുവൻ ഇരിക്കുന്നത്. അല്ല, കച്ചവടം ഗാന്ധിയിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഗണ്ഡിയാണല്ലോ. അതാണല്ലോ സത്യം. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി
പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ഗാന്ധി? പ്രിയങ്ക വാദ്രയല്ലേ? പ്രിയങ്ക വാദ്ര എന്നല്ലേ പറയേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നെഹ്റു കുടുംബത്തിന് തനി തട്ടിപ്പാണ്. നെഹ്റു കുടുംബം ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ന് വരെയുള്ള സകല ആളുകളും ജനങ്ങളെ തട്ടിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വിഭജനങ്ങൾ ഉണ്ടാക്കിയും നിലനിന്ന് പോയ ഒരു ഫാമിലിയാണ് നെഹ്റു ഫാമിലി. അതിലത്തെ അവസാനത്തെ കണ്ണിയാണ് ഈ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മൂന്നാം തരം തട്ടിപ്പായി നടക്കാൻ പോകുന്ന ജാതി സെൻസസ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ദുഃഖമുള്ളതെന്ന് വെച്ചാൽ ജനതയെ ഒരു ജനസമൂഹത്തെ വർഗാടിസ്ഥാനത്തിൽ കാണണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ബേസിക് അറിയാവുന്ന ആളുകളെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സേ ഉള്ളൂ. അല്ലാതെ അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പുറകെ ഞാനത് ഇവർ മരമണ്ടന്മാരാണ്. അവരാണ് പറയേണ്ടത്. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനുമാണ് വേർതിരിവുള്ളത്. ഹൗസ് ആൻഡ് ഹാവ് നോട്ട്സ് ആണ്. അപ്പോൾ ഒരു വർഗാധിപത്യം, അതായത് തൊഴിലാളി വർഗമല്ലേ അവർ പറയുന്നത്, മുതലാളിയും തൊഴിലാളിയുമല്ലേ. അവര് പോലും ജാതി സെൻസസിന്റെ പുറകെ കൂടി എന്ന് പറഞ്ഞാൽ കുറെ വിട്ടികളെല്ലാം കൂടി ഈ രാജ്യത്തെ ജാതീയമായി തിരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഫലപ്രദമായിട്ട് BJPക്ക് അടുത്തൊരു 50 വർഷം കൂടി ഇന്ത്യ ഭരിക്കാനുള്ള അവസരമാണ് അവർ കൊണ്ടുകൊടുക്കുന്നത്. ദേശീയ തലത്തിൽ താങ്കൾ പറയുന്നതിനോട് ഏറെക്കുറെ ഞാൻ യോജിക്കുന്നു. പക്ഷേ സംസ്ഥാനത്തിലേക്ക് വന്നത് ഞാൻ പറയുന്നത് കേരള പ്രോസ്പെക്റ്റീവിലെ കാര്യം മാത്രമാണ് പറയുന്നത്. കേരളത്തിൽ വളരെ പൊളിറ്റിക്കലി സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ജാതിബോധവും മതബോധവും ഒക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പുറമേ പ്രബുദ്ധർ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായ ജാതിബോധവും മതബോധവും മലയാളികൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ആ കേരളത്തിലേക്ക് ജാതി സെൻസസ് എന്ന് പറയുന്നൊരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹിന്ദുക്കളിൽ തന്നെ വിവിധ ജാതിക്കാർ അവരുടെ കണക്ക് തിരിച്ച് പട്ടിക നിരത്തുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടി, നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അങ്ങനെ ഒരു വേർതിരിവ് കൃത്യമായി ഉണ്ടാകാനുള്ള, അതായത് ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരു സ്പർദ്ധ ഉണ്ടാകാനും ഈ ഹിന്ദു കൺസോൾട്ടേഷൻ കുറച്ചൊക്കെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഹിന്ദു കൺസോൾട്ടേഷൻ വന്ന വഴി തിരികെ പോകാനുള്ള ഒരു സാധ്യത കേരളത്തിൽ തള്ളാൻ പറ്റുമോ? കേരളത്തിൽ 90% സാധ്യതയില്ല. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ നിയമസഭയിൽ ഗവൺമെന്റ് വെച്ച രേഖപ്രകാരം സർക്കാർ ഉദ്യോഗങ്ങളിൽ 52.5% ആളുകൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. റെപ്രസെന്റേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. 52.5% അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. ഇവിടെ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ കണക്കെടുത്ത് നോക്കിയാൽ ആകെയുള്ള 5 ലക്ഷത്തി സംതിങ് ആണ് ആ ഉദ്യോഗസ്ഥന്മാർ. അതിൽ 73,000 പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത്. പിന്നെ ഈഴവ സമുദായത്തിൽ നിന്ന് 1.5 ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ 140 ആളുകളുണ്ട്. ഇതിനകത്ത് കൊച്ചു സമുദായങ്ങളായിട്ട് വേർതിരിക്കും. കാരണം ഒരുപാട് സബ് കാസ്റ്റുകൾക്ക് സംവരണമുണ്ടല്ലോ. ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് സംവരണം കൂട്ടിത്തരണം. ഈ സംവരണം കൂട്ടിക്കൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് 50% കൂടുതൽ സംവരണം കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 52% ആളുകൾ അവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വലിയ ഭിന്നിപ്പുണ്ടാകും. സ്വാഭാവികമായിട്ടും തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകൾ പറയും ഞങ്ങൾക്ക് 73,000 പേരെ ഞങ്ങളുടെ ആളുകളെ ഈ ഗവൺമെന്റ് സർവീസിലുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ഞങ്ങളുടെ നിയമനം നടത്തണം. ഇതെല്ലാം എത്ര വേണ്ട, എല്ലാം കുറച്ച് ഒരു പിടി സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗിമിക്സ് ഒക്കെ നടത്തുന്നത്. അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. കേരളത്തിലെ ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഘടകം എന്ത് നിലപാടായിരിക്കും കൈക്കൊള്ളുക? അവർ ലീഗിനോടൊപ്പം നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ നേട്ടം കൊയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എന്നേക്കുമായി അതൊരു പാഴ്മോഹമായി മാറത്തില്ലേ? ജാതി തിരിച്ചുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുത്ത് കാര്യങ്ങൾ പിന്നെ പിന്നോക്കക്കാരെ കൂടെ നിർത്താം എന്നുള്ള കോൺഗ്രസിൻ്റെ മോഹം വ്യാമോഹമായി മാറും എന്നുള്ളതിൻ്റെ ഒരു തർക്കമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം മധ്യപ്രദേശ് ഭരിച്ചു കോൺഗ്രസ് കൊടുത്താരാണ് സ്ഥാനാർത്ഥി? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കമൽനാഥാണ്. BJP മുഖ്യമന്ത്രിയാക്കിയതാരാണ്? സുരേഷ് യാദവിനെയാണ്. യാദവ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. BJPയുടെ വലിയൊരു വിഭാഗം നേതാക്കന്മാര് പിന്നോക്കക്കാരാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കന്മാര് ബ്രാഹ്മണരോ അതല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിലോ ഒക്കെ പെട്ട ആളുകളാണ്. ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുന്ന ആളുകളെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിന് അപരിഹാര്യമായ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഈ ജാതി സെൻസസ്. അതേസമയം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ധാരാളം റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗോൾഡ് മൈനായിട്ട് ഈ ജാതി സെൻസസ് മാറുന്നതാണ് ഒരു കാര്യം. കേരളത്തിൻ്റെ സ്ഥിതി എടുത്താൽ കേരളത്തിലെ ഈ ചെറിയ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും തമ്മിലടിയും വർദ്ധിക്കും. ഉദാഹരണത്തിന് വിശ്വകർമ്മ സമുദായം, അവർക്ക് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു 4,000-5,000 വോട്ടുള്ള ആളുകളാണ്. അവർക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നവർ പറയുന്നു. ഗണക സമുദായം പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ കൊച്ചു സമുദായങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ധീവര സഭ പറയുന്നു അവർക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം കൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ പേരിൽ
തമ്മിൽ തല്ലാൻ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ ഇത് എത്തിക്കുകയുള്ളൂ. ആത്യന്തികമായിട്ട് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ പ്രവേശിക്കുമ്പോൾ ഇന്ത്യക്കാരൻ ജാതി തിരിച്ച് തന്നെ 21ാം നൂറ്റാണ്ടിൽ പ്രവേശിക്കല്ല, കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കാരനെ ജാതി തിരിച്ച് നിർത്തുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരൊരു സംവിധാനം വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോൾ ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന BJP ഹിന്ദുത്വത്തെ മുന്നേ നിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെ അടിക്കും. 2029 തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നു. ഫലത്തിൽ താനൊരു മണ്ടനാണ് എന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. സംശയമുണ്ടോ? രാഹുൽ ഗാന്ധി മണ്ടനാണ്, അത് അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു ഡിമാൻഡ് വെക്കില്ലല്ലോ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വംശനാശം വന്നു കഴിഞ്ഞു, അവർക്ക് ജാതി തിരിച്ചു മതി എന്ന് പറഞ്ഞാൽ അവർ വർഗ സമരം വിട്ടു, വർഗീയ സമരം ഏറ്റെടുത്തു. അപ്പൊ ഇത് രണ്ടും ഈ രണ്ട് പ്രസ്ഥാനത്തിനും പ്രതികൂലമായിട്ടേ ബാധിക്കുള്ളൂ. മനസ്സിലായി. ഇനി നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ഒന്ന് പോയിട്ട് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ ഒരു ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്നത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP തോക്കാൻ പോകുന്നു. തോൽവി ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഡാമേജ് പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് അവരിറക്കുന്ന ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമാണ് ഈ പറയുന്ന ജാതി സെൻസസ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കോൺഗ്രസിന് ബീഹാറിൽ ജയിക്കുന്ന 1-2 സീറ്റെങ്കിലും തരണം, വെറുതെ തരാൻ വേണ്ടി ഒരു സീറ്റ് തന്ന് ഒതുക്കരുത് എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറയുന്നു BJP ബീഹാറിൽ തോക്കാൻ പോവുകയാണെന്ന്. തിരി വരുന്നോ കരയണോ? അല്ല, കൊടിക്കുന്നിൽ സുരേഷാണ് കോൺഗ്രസിന്റെ ബുദ്ധിജീവി. അപ്പൊ കോൺഗ്രസിന്റെ നിലവാരം ഇവിടെ നിൽക്കാന്നറിയാമല്ലോ. കൊടിക്കുന്നിൽ സുരേഷിന് ഇവിടെ KPCC പ്രസിഡന്റ് ആവണം, പറ്റുമെങ്കിൽ AICC പ്രസിഡന്റ് ആണ്. അത് കൊടിക്കുന്നിൽ സുരേഷിന്റെ മോഹമാണ്. ഞാൻ പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷ് ബുദ്ധിജീവിയായിട്ട്, അദ്ദേഹത്തിനെ ബുദ്ധിജീവിയായിട്ട് കാണുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത്ര എന്തെല്ലാം മണ്ടത്തരങ്ങൾ പറയാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, രാഹുൽ ഗാന്ധിയെക്കാട്ടി ബുദ്ധി കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് തോറ്റെങ്കിൽ അവിടെ നിന്ന് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയാണ് തോറ്റത്? അമേഠിയിലാണ് തോറ്റത്. പിന്നെ പോയിട്ടില്ല, അവിടോട്ട് പോയിട്ടില്ല. ഇവിടെ വന്ന് പിന്നെ വയനാട്ടിൽ നിന്നാല് അതിന് കൊടിക്കുന്നിൽ സുരേഷോ ഞാനോ അനീഷോ ആര് നിന്നാലും വയനാട്ടിൽ ജയിക്കും. അതിനകത്ത് കുറ്റിച്ചൂലി നിന്നാലും ജയിക്കും. അതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഒന്നും പറയാം. ലീഗിന്റെ മണ്ഡലമാണ്. ലീഗ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആർക്ക് വേണേലും ജയിക്കാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല. വയനാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നവനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാലും വയനാട്ടിൽ ജയിക്കാൻ ലീഗിന്റെ സപ്പോർട്ട് വേണമെന്ന് മനസ്സിലായി. ഇപ്പോൾ നമുക്കിപ്പോൾ ബീഹാർ ചിത്രത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ ഇപ്പോൾ BJP വീഴാൻ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു റീഡിങ്. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ വാക്കുകൾ കടം കൊണ്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഉൾട്ടയടിച്ച് കറങ്ങി തിരിഞ്ഞ അവസാനം BJPക്ക് ഗുണമായിട്ട് മാറും എന്നുള്ളതാണ് താങ്കളുടെ ഒരു പക്ഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ BJP കുറി വീണ്ടും അധികാരം നിലനിർത്തും, നിതീഷ് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം BJPക്ക് പോസിബിൾ ആവുമോ ഇല്ലയോ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, BJP ബീഹാറിൽ അധികാരം നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കാര്യം വെച്ചാൽ ഇപ്പോൾ ലാലു പ്രസാദിന്റെ മക്കളാണല്ലോ, RJD ആണല്ലോ അവിടെ നിൽക്കുന്ന ഒരു പ്രധാന കക്ഷി. അവരെ അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല അഴിമതിയുടെ ലാലു പ്രസാദ് തന്നെ ജയിലിൽ കിടന്നുകൊണ്ടല്ലേ ഇതിനെ മത്സരിക്കാനോ അതിനൊക്കെ വന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ലാലു പ്രസാദ്. കാലിത്തീറ്റ പാശു നാഗൽക്കാലിയുടെ തീറ്റ മുട്ടിച്ചവനാണ്. ഇതിന്റെ പ്രോബ്ലം ഓരോ വർഷം കഴിയും തോറും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബീഹാറികളുടെ എണ്ണം കൂടുകയാണ്. ചിന്തിക്കുന്ന ഒരു ജനസമൂഹം ഘട്ടം ഘട്ടമായിട്ട് ബീഹാറിൽ വരികയാണ്. ഒരു കാര്യമുള്ളത്, ഈ ജാതി തിരിച്ചുള്ള കളികൾ വളരെ അതിനുള്ള സാധ്യത ഇന്ത്യ കുറഞ്ഞു വരികയാണ്. കാരണം ലോകം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇന്ത്യ മുഴുവൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഈ BJP തോക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്വീപ്പിംഗ് വിക്ടറി അല്ലായിരുന്നു മഹാരാഷ്ട്രയിൽ. എന്ത് സംഭവിച്ചു? അതേ പിന്നെ ഹരിയാനയിൽ എന്ത് സംഭവിച്ചു? അവസാനം ഡൽഹിയിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ അവരെ കൃത്യമായിട്ട് അവർക്കൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്, അവർക്ക് തിങ്ക് ടാങ്ക് ഉണ്ട്. അതായത് ബുദ്ധിമാന്മാരെ ഒരു ടീമാണ് അവരെ നയിക്കുന്നത്. കോൺഗ്രസിനെ നയിക്കുന്നത് അതിബുദ്ധിമാന്മാരായ ഒരു ടീമുണ്ട്, അവരെ നയിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്, കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നവരെ വരെ പറയാം BJP തോറ്റുപോകുമെന്ന് പറയാം. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ പറയാം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് അവർ കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇനി കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം എന്ന് പറയുകയല്ലാതെ കോൺഗ്രസിന് ഇന്ത്യയിലെ അനുദിനം പ്രസക്തി നഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങളിലൊന്ന് അവരുടെ ഈ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടാണ്. ജാതി തിരിച്ച് ആളുകളെ എടുത്താൽ, ഹിന്ദു മതത്തിലെ ജാതി തിരിച്ചും മതം പറഞ്ഞു ആളുകളെ എടുത്താൽ അതിന്റെ നേട്ടം BJPക്ക് ആയിരിക്കുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണ്ടേ? അതിനവർക്ക് അവസരം കൊടുക്കാതിരിക്കുകയല്ലേ ബുദ്ധി. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും അവർ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഒരു നയസമീപനമായി തന്നെ BJP കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നറിയണമെങ്കിൽ ആദ്യ ഡോസ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കണം, പിന്നെ അതിന്റെ റിസൾട്ട് വരണം. വരട്ടെ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം, ചർച്ചകളാവാം. നന്ദി.